ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം രണ്ട് വസ്ത്രങ്ങൾക്കുള്ളിലെ രക്ഷകൻ. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷകൻ യൂദയായിലെ ബെത്ലഹേമിൽ പിറന്നിരിക്കുന്നു. സ്വർഗത്തിലെ മാലാഖമാർ മലഞ്ചെരുവുകളിൽ ഉറങ്ങുന്ന പാവപ്പെട്ട ആട്ടിടയന്മാർക്ക് ലൂക്ക 2:14 കൊടുക്കുന്ന സന്ദേശം ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ കാണും. അവർ അത് വിശ്വസിച്ചു, ഈശോയെ പോയി കണ്ടു, ആരാധിച്ചു. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 4 മുതൽ 8 വരെ യോഹന്നാൻ ശ്ലീഹായും പത്രോസ് ശ്ലീഹായും കൂടി കുഴിമാടത്തിലേക്ക്, യേശുവിനെ അടക്കിയ കുഴിമാടത്തിലേക്ക് ഓടുന്നത് വെളുപ്പിനെ നാം കാണുന്നു. ആദ്യം യോഹന്നാൻ അവിടെ എത്തിയെങ്കിലും കുനിഞ്ഞു നോക്കിയപ്പോൾ ശരീരത്തിൽ പൊതിഞ്ഞിരുന്ന കച്ച മാറ്റിവെച്ചിരിക്കുന്നത് കണ്ടു. എങ്കിലും അവൻ കുഴിയിലേക്ക് കയറിയില്ല. പത്രോസ് അകത്തോട്ട് കയറി അത് കണ്ട് നിശ്ചയിച്ച് ഉറപ്പിച്ചു. തലയിലുള്ള തുവാലയും മേത്ത് പൊതിഞ്ഞിരുന്ന തുണിയും വേറെ വേറെ വെച്ചിരിക്കുന്നു. അവർ അത് വിശ്വസിച്ചു. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഏകദേശം 100 തവണയാണ് വസ്ത്രത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത്. ഉൽപ്പത്തി 3:21 മൃഗത്തെ കൊന്ന് അതിന്റെ തൊലി കൊണ്ട് ആദത്തെയും ഹവ്വായെയും ഉടുപ്പിക്കുന്ന ദൈവമായ കർത്താവ്. ഉൽപ്പത്തി 37:23 സഹോദരങ്ങൾ വസ്ത്രങ്ങൾ വലിച്ചു കീറി അത് മൃഗത്തിന്റെ രക്തത്തിൽ മുക്കി അപ്പന്റെ അടുത്ത് കൊടുത്തുവിടുന്ന പൂർവ്വ ജോസഫിനെ നാം കാണുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 3:11 രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉടുപ്പുള്ളത് യോഹന്നാൻ 19:23-24 ആ ഒറ്റ ഉടുപ്പ് 4 കഷണമായി കീറിയെടുക്കുന്ന പട്ടാളക്കാരെ നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, വെളിപാട് 17:13 പറയുന്നു, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു, അവന്റെ പേര് ദൈവവചനമെന്നാണ്. വെളിപാട് 7:14 പറയുന്നു, ഇവരാണ് അമിതമായ കഷ്ടതയിലൂടെ കടന്നു വന്നവർ. ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പാക്കിയവരാണ്. നീതിയുടെ പര്യായമായിട്ടാണ് ജോബിന്റെ പുസ്തകത്തിൽ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉയർപ്പിന്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ഈശോ നമ്മളെ കൂടുതൽ വിജയത്തിലേക്ക് നയിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.